രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ലോകപ്രസിദ്ധമായ സെമാഗ്ലൂട്ടൈഡ് മരുന്നുകൾ ഇനി സാധാരണക്കാർക്കും കൈകളിലെത്തും. ഡാനിഷ് കമ്പനിയായ നോവോ നോർഡിസ്കിന്റെ കുത്തകയായിരുന്ന വൈകോവി, സൈൻപിക് എന്നീ മരുന്നുകളുടെ പേറ്റന്റ് നാളെ കാലഹരണപ്പെടുകയാണ്. ഇതോടെ സിപ്ല, സൺ ഫാർമ, ഡോക്ടർ ടെർസ്ലീസ് തുടങ്ങിയ ഇന്ത്യൻ മരുന്ന് നിർമ്മാതാക്കൾ ഈ മരുന്നിന്റെ ജനറിക് പതിപ്പുകൾ വിപണിയിലെത്തിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നിലവിൽ അതീവ സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഈ കുത്തിവെപ്പുകൾക്കും ഗുളികകൾക്കും വരും മാസങ്ങളിൽ വലിയ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം. ഇന്ത്യയിലെ സെമാഗ്ലൂട്ടൈഡ് വിപണി വരും വർഷങ്ങളിൽ $1 ബില്യൺ എത്തുമെന്നാണ് കണക്കുകൾ. 2022 സിറ്റാഗ്ലിപ്റ്റിൻ എന്ന പ്രമേഹ മരുന്നിന്റെ പേറ്റന്റ് കാലാവധി കഴിഞ്ഞപ്പോൾ 100ഓളം ഇന്ത്യൻ ബ്രാൻഡുകൾ വിപണി പിടിച്ചതുപോലെ സെമാഗ്ലൂട്ടൈഡിന്റെ കാര്യത്തിലും സമാനമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹ ചികിത്സയ്ക്കായി വികസിപ്പിച്ചെടുത്ത സെമാഗ്ലൂട്ടൈഡ് മരുന്നുകൾ പിൽക്കാലത്ത് ശരീരഭാരം കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി മാറുകയായിരുന്നു. ശരീരത്തിലെ GLP-1 ഹോർമോണിനെ അനുസരിച്ചാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്. ഇത് ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ആമാശയം ശൂന്യമാകുന്നത് മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. മരുന്ന് കഴിക്കുന്നവർക്ക് വേഗത്തിൽ വയറു നിറഞ്ഞതായി തോന്നുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യും. ഇത് സ്വാഭാവികമായും ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനറിക് മരുന്ന് വിതരണക്കാരായ ഇന്ത്യക്ക് ഈ മാറ്റം വലിയ നേട്ടമുണ്ടാക്കും. 77 ദശലക്ഷത്തിലധികം പ്രമേഹ രോഗികളുള്ള ഇന്ത്യയിൽ കുറഞ്ഞ വിലയിലുള്ള സെമാഗ്ലൂട്ടൈഡ് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിലവിൽ $60 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ ഔഷധ വ്യവസായം 2030ഓടെ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ജനറിക് മരുന്നുകൾക്കായിരിക്കും മുൻതൂക്കം. സിപ്ല, ബയോകോൺ സൈറ്റ്സ്, മാൻകൈൻഡ് ഫാർമ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ സെമാഗ്ലൂട്ടൈഡ് വിപണിയിലെത്തിക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഫാർമറാക് വൈസ് പ്രസിഡന്റ് ശീതൽ സപാലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഡാനിഷ് മരുന്ന് നിർമ്മാതാക്കളായ നോവോ നോർഡിസ്കിന്റെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ബ്ലോക്ക് ബസ്റ്റർ മരുന്നുകളായ വെഗോവി, ഒസെംപിക് എന്നിവയുടെ പിന്നിലെ തന്മാത്രയായ സെമാഗ്ലൂട്ടൈഡിന്റെ പേറ്റന്റ് നാളെ കാലഹരണപ്പെടും. ഇത് ആഭ്യന്തര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വില കുറഞ്ഞ പകർപ്പുകളോ ജനറിക് മരുന്നുകളോ പുറത്തിറക്കാൻ കാരണമാകും. തുടർന്നുണ്ടാകുന്ന മത്സരത്തിന്റെ ഫലമായി മരുന്നുകളുടെ വില വലിയ തോതിൽ കുറയുകയും ചെയ്യും. സെമാഗ്ലൂട്ടൈഡ് വിപണിയൊടുവിൽ ആഭ്യന്തരമായി $1 ബില്യൺ എത്തിക്കുമെന്ന് പ്രവചിച്ച വിദഗ്ധർ ഇതിന് ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ പരിചിതമായ ഒരു മാതൃകയായ 50 ബ്രാൻഡഡ് സെമാഗ്ലൂട്ടൈഡ് ജനറിക്സുകൾ മാസങ്ങൾക്കുള്ളിൽ വിപണിയിൽ പ്രവേശിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.